ഫ്രണ്ട്സേ, ഇന്നത്തെ ജോലി രാവിലെ എന്തായിരുന്നെന്ന് പരിപാടി എന്നറിയോ? അതുകൊണ്ട് ഇവിടെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇതാക്കി. ഞാൻ മറ്റേന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് അന്ന് വീട്ടിൽ പോയിട്ട് വന്നിട്ടൊന്നും വലിയ കാര്യത്തിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി ജനലെല്ലാം തുറന്നിട്ടു. ഇവിടെയൊക്കെ വൃത്തിയായി. ഇതെന്ത് സാധനം? ഇങ്ങനത്തെ ഒരു സാധനം. ഒരു മുട്ട വറക്കുന്നത് എങ്ങനെയാണോ ഈ കരിക്കട്ട കൊടുക്കുക? ഇത് മുട്ടയെന്ന് പറയാൻ പറ്റത്തില്ല. ഇതെന്തോന്നിത്? എനിക്കറിയത്തില്ല ഇതെന്ത് സാധനം. മുട്ട ചിക്കി വറുത്തതാണേ. വേണ്ട, കരിക്കട്ട വഴിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. കരിക്കട്ട. ഇത് മുട്ടയെന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്താണ്. ഇനി വേറെന്തെങ്കിലും ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം ഇതാ കറിയെന്നാണ് പറഞ്ഞത്. ഇതെന്ത് കറിയാണ്? എനിക്കറിയത്തില്ല ഇതെന്ത് കറിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കറി കൂട്ടുന്നു. ഈ കരിക്കട്ട ഓരോരുത്തരുടെയൊക്കെ ഇങ്ങനത്തെ ഒരു ഉണ്ടാക്കുകളാണ്. വായി വെച്ച് വഴി തിരിയാൻ പറ്റത്തില്ല തിന്നാൻ. വായിക്കൂടെ വല്ല മുളംകുഴൽ പോലെ കിട്ടുമെങ്കിൽ ഇത് ഇറക്കാൻ പറ്റും. സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അത് കഴിക്കാൻ പറ്റത്തില്ല. കരി പോലുള്ള മുട്ട ആരെങ്കിലും തിന്നു? ഒരു മുട്ട വറക്കാൻ പോലും ഇതിനൊന്നും അറിയത്തില്ല. അതാണ് പ്രശ്നങ്ങൾ. മനസ്സിലായോ? വേറെ എന്തെങ്കിലും കറികൾ വെക്കണം. വെച്ചിട്ട് വേണം കഴിക്കാൻ, ചോറ് കഴിക്കാൻ. രാവിലെ കുറച്ച് മീൻ പറ്റിച്ചിട്ടുണ്ട്. കണ്ടോ? മീൻ പീരയാണ്. അത് ചാളയാണ്, ചാള. പീര തന്നെയല്ല, വറക്കാനുള്ളതുകൊണ്ട്. ഇത് നല്ല മുഴുത്ത ചാളയാണ്. മറ്റേത് കുറച്ച് ചെറുതാണേ. അന്നേരം അത് പീര പറ്റിച്ചു. ഇത് വറക്കാൻ. തണുത്തിട്ട് വറക്കാൻ പറ്റുള്ളൂ. അന്നേരം ഇതാണ് ഇന്ന് രാവിലത്തെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളാണ്. ഇനി കറി എന്തെങ്കിലും ഉണ്ടാക്കണം. കറിയൊന്നും വേണമെന്നില്ല. തൈരുണ്ട്, കട്ട തൈരുകളുണ്ട്. ഇവിടെ ഇത്തിരി ഉണ്ടല്ലോ തൈര് വാങ്ങിച്ചിട്ട്, മിൽക്കിയുടെ അത് നല്ല തൈരാണ്. കട്ട തൈര് വാങ്ങിച്ചിട്ട് ഒരാളൊരെണ്ണം യൂസ് ചെയ്യും. അതാണ് ഇവിടുത്തെ ഭക്ഷണം. എത്ര ആളുണ്ട്? ഇവിടെ അടുത്ത് കടയുണ്ട്. ഒരാളൊരെണ്ണം വെച്ച് ഒരെണ്ണത്തിന് 12 രൂപയും. അതാണ് ചോറിൻ്റെ വൃത്തി. എല്ലാ ദിവസവും ഉണ്ടാവും. ഇത് കറക്റ്റായിട്ട് ഇല്ലാത്ത ഒരു ദിവസമില്ല. എല്ലാ ദിവസവും ഉണ്ടാകുന്നൊരു സാധനമാണ് ഈ സാധനം. ചോറും വെച്ചിട്ടുണ്ട്. ഇതാണ് ചോറ്. ഉറുമ്പ് കയറുന്നതുകൊണ്ടുണ്ടല്ലോ ഇങ്ങനെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണിക്കാവേ. തൈരിവിടെ ഫ്രിഡ്ജിലേക്ക്. ഇത് കണ്ടോ? വെള്ളമാണ്. വെള്ളത്തിൻ്റെ മണ്ടയ്ക്കാണ് ചോറ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 പേർക്ക് കഴിക്കാനുള്ള ചോറുണ്ട്. ഇവിടെ 2 പേരേ ഉള്ളൂ. എന്നാലും 3 പേർക്ക് കഴിക്കാനുള്ള ചോറുണ്ട്. ഒരാളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ്. വരും ഇടയ്ക്കൊക്കെ. അവർക്ക് ചോറ് കൊടുക്കും വരുമ്പം. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെയാണെങ്കിൽ ഇത്രയും ചോറ് വയ്ക്കില്ല. ആരെങ്കിലും കഴിക്കാൻ എൻ്റെ സുഹൃത്തുക്കളോ ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കും ചോറ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ബിന്ദു എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞില്ലേ, അവളിടയ്ക്കൊക്കെ വരും. അതെൻ്റെ ഉറ്റ സുഹൃത്താണ്. അവൾ വരാണെങ്കിൽ അവൾക്കൂടെ ഞാൻ ചോറ് വെക്കും. അവൾക്കൂടെ വേണ്ടി വെച്ചിരിക്കുന്ന ഇത്. അല്ലെങ്കിൽ ഇത്രയും ചോറിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. അതാണ്. മനസ്സിലായോ? ബൈ. ഓക്കെ.